ചിത്രയുടെ രണ്ടാമത്തെ കുട്ടി ഈ രണ്ട് മക്കളിൽ ആരെയാ ചിത്രയ്ക്ക് കൂടുതൽ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. അമ്മയ്ക്ക് അനിയത്തിയായിരുന്നു ഇഷ്ടം. ഞാൻ അമ്മയല്ലല്ലോ. ഓ, ഐ എം എ ഡിഫറെന്റ് പേഴ്സൺ. ഇതൊരു അമ്മയാണല്ലോ. ആണ്, പക്ഷെ എനിക്ക് അങ്ങനെ പറ്റില്ല. എന്താ മോൾക്ക് പറയാനുണ്ട് നോക്കട്ടെ. So everyone knows about how you're a singer and you're an actor and all of that, but not many people know about how, you know, involved you are with animals and how you're an animal rights activist, especially when it comes to dog and cat rescues. So what do you have to say about that? What brought about your passion towards animals like so strongly, and why is it that you consider your animals more of your babies than you consider us? സാധാരണ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ ചിത്രയുടെ ഇളയ കുട്ടി പറഞ്ഞ അവസാനത്തെ ഭാഗം മലയാളത്തിൽ പരിഭാഷപ്പെടുത്തട്ടെ. എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് വീട്ടിൽ വളർത്തുന്ന നായ്ക്കുട്ടികളെക്കാൾ അല്ലെങ്കിൽ ഞങ്ങളെക്കാൾ കൂടുതൽ സ്നേഹം വീട്ടിൽ വളർത്തുന്ന നായ്ക്കുട്ടികളോട് എന്ന് മകൾ ചോദിക്കുക. ചിത്രയുടെ അമ്മ ചേച്ചിയേക്കാൾ കൂടുതൽ അനിയത്തിയെ സ്നേഹിച്ചു. ചിത്ര ഒരു പടി മുമ്പിലാണ്. മക്കളെക്കാൾ കൂടുതൽ പട്ടികളെ സ്നേഹിക്കുക. മോള് പറഞ്ഞാണിത്. അയ്യോ, അങ്ങനെയല്ല. ചിത്രയുടെ കുടുംബാംഗങ്ങൾ കണ്ട, ചിത്രയുടെ മൂത്ത മോള്, ഇളയ മോള്, സി എത്ര പേരുണ്ട് കുടുംബത്തിൽ? അത് എന്റെ ഭാര്യ രാജണ്ണൻ. രാജണ്ണനില്ലെങ്കിൽ എനിക്ക് എവിടെയും പോകാൻ പറ്റില്ല. ഒരുപാട് പിള്ളേരുണ്ടല്ലോ. ചിത്ര പ്രസവിക്കാതെ ചിത്രക്ക് കിട്ടിയ പിള്ളേർ, പ്രസവിക്കാതെ ചിത്രക്ക് കിട്ടിയ പിള്ളേരാന്നത് ആണ്. എന്റെ പിള്ളേർ തന്നെയാണ്. അതന്നെ പറഞ്ഞേ. എൻ്റെ പിള്ളേരോട് ഞാൻ പറയാറുണ്ട്, നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആകുമ്പോൾ ഹ്യൂമൻ ബീങ്സിനുള്ള ഒരു യുണീക്ക് ഒരു ക്വാളിറ്റി ആനിമൽസിന് ഇല്ലാത്തൊരു യുണീക്ക് ക്വാളിറ്റിയാണ് കരുണ. ആ ഒരു സെൻറ്റിമെൻ്റ് ഉണ്ടല്ലോ, അത് ദേ ഡോണ്ട് ഹാവ് ദാറ്റ്. വി ഹാവ് ദാറ്റ്. പക്ഷെ നമ്മളത് എക്സസൈസ് ചെയ്യുന്നില്ല. വി നെവർ എക്സസൈസ് അവർ ആ ഒരു ടെൻഡൻസി ടു ബി കൈൻഡ്. ഒരുപാട് പേരെ സഹായിക്കുമോ? ഒരാൾക്കൊരു ആവശ്യമുണ്ട്, എനിക്കൊരു 10,000 രൂപ വേണം, എൻ്റെ ഉണ്ടെങ്കിൽ കൊടുക്കും. ഇല്ലാത്ത ഞാൻ ഇവിടുന്ന് കൊടുക്കും. ഉണ്ടെങ്കിൽ കൊടുക്കും. എൻ്റെ ഉള്ളപ്പോൾ ഞാൻ സഹായിച്ചിട്ടുണ്ട് ഓരോരുത്തരെ. കൊടുത്തിട്ടുണ്ട്. അനുകമ്പയുണ്ട്, കരുണയുണ്ട്. അത് വേണം, എല്ലാവർക്കും വേണം. അപ്പൊ നമ്മൾ ആനിമൽസ് എല്ലാവർക്കും വേണം. ചിത്രയ്ക്ക് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഉണ്ടല്ലോ. ഉണ്ട്. ഒരുപാട് പേര് ചിത്രയുടെ കാരുണ്യത്തെ ചൂഷണം ചെയ്തിട്ടുണ്ടോ? ആ, എനിക്കറിഞ്ഞൂടാ. കാരുണ്യം തിരിച്ചറിയുന്നവരുണ്ടായേക്കാൻ വേണ്ടല്ലോ. യെസ്, നോക്ക്. ഹലോ ചിത്ര, ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകളിൽ ഒരാളാണ്. എൻ്റെ വളരെ വളരെ ഡിയർ ഫ്രണ്ടാണ്. ചിത്രയുടെ വലിയൊരു പ്രത്യേകത ബ്രിട്ട സാറിന് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിത്രയ്ക്ക് മൃഗങ്ങളോടുള്ള ഒരു സ്നേഹം അത് വിശ്വപ്രസിദ്ധമാണ്. അപ്പോൾ ചിത്രയുടെ മൊബൈൽ ഫോൺ നമ്മൾ തിരഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. അതിൽ കൂടുതലും പൂച്ചയുടെയും പട്ടിക്കുട്ടിയുടെയും ഒക്കെ ഫോട്ടോകളാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈയിടെ ഒരു ആനക്കുട്ടിയെ വാങ്ങിക്കാൻ പോകുന്നെന്നോ വീട്ടിൽ വളർത്താൻ പോകുന്നെന്നോ ഒക്കെ ഞാൻ കേട്ടു. ശരിയാണത് ചിത്ര? അങ്ങനെയാണെങ്കിൽ ഇതിനിടയിൽ ഈ മൃഗ സംരക്ഷണത്തിനിടയിൽ എപ്പോഴാണ് സാധകത്തിനുള്ള സമയം കിട്ടുന്നത്? വളരെ പ്രസക്തമായ ചോദ്യം. സാധകൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ജയേന്ദ്രൻ പറഞ്ഞതിൻ്റെ വ്യംഗ്യാർത്ഥം. ആണ്, എനിക്കറിയാം. ഞാൻ പറയുന്ന ഇതും വേണം. എല്ലാവർക്കും ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലായിരിക്കും ഒരു പക്ഷെ ഇൻട്രസ്റ്റ് ഉള്ളവർ ആനക്കുട്ടി എന്നാ മേടിക്കാൻ പോകുന്നത്? അതൊക്കെ വെറുതെ പറയാ സാർ, ഇത് ഉണ്ടാക്കി പറയാ. ഇതാ ഒരു സുഹൃത്തിനോട് സംശയമുണ്ട്. ഒരാൾ മാത്രമായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അവിടെ അവസാനിപ്പിച്ചേനെ. ആനക്കുട്ടി മേടിക്കാൻ ആനകളെ കാട്ടിലേക്ക് തിരിച്ചയക്കണം എന്ന് പറയുന്ന ഒരാളാണ്. ആനക്കുട്ടി മേടിക്കുവോ? മേടിച്ചിട്ട് പറഞ്ഞയക്കാൻ വേണ്ടിയായിരിക്കും. പലപ്പോഴും മറ്റ് സെലിബ്രിറ്റീസ് ഒന്നും ചെയ്യാത്ത പോലെ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെടുന്ന ജന്തുക്കളെ സഹായിക്കാൻ വേണ്ടി ചിത്രം നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതിൽ പ്രത്യേകിച്ച് ആനകളോടാണ് ചിത്രയ്ക്ക് ഏറ്റവും വലിയ താല്പര്യം എന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ചിത്രയോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരുപാട് സെലിബ്രിറ്റീസ് ആനസ്നേഹം മൂത്ത് ആനയെ വാങ്ങി കൊണ്ട് നടക്കി വയ്ക്കുകയും പണിയെടുപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിത്രയ്ക്ക് ഒരുപാട് പൈസ കിട്ടുമെങ്കിൽ ചിത്ര ആനയെ വാങ്ങുമോ? അല്ലെങ്കിൽ ആനസ്നേഹം മൂത്ത് ആനയെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരോട് ചിത്രയ്ക്ക് എന്താ പറയാനുള്ളത്?
ലത ട്രിവാൻഡ്രം PFA ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ആൻഡ് ഷീ ഈസ് ദ വൺ ഹൂസ് റണ്ണിങ് ദ ഷെൽട്ടർ. അവിടെ ഒരു PFAയുടെ ഷെൽട്ടർ ഉണ്ട്. PFA എന്ന് പറഞ്ഞാൽ പീപ്പിൾ ഫോർ ആനിമൽസ്. അതിൻ്റെ ആ ഒരു ഓർഗനൈസേഷൻ്റെ മെമ്പറാണ്. ഞാനും മെമ്പറാണ്. ബട്ട് അതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ബട്ട് ലത ചോദിച്ചത് വളരെ ഒരു പെർട്ടിനൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കുറേ സെലിബ്രിറ്റീസ് ഉണ്ട്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ബട്ട് അവരോട് ഞാൻ പേഴ്സണലായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുമുണ്ട്. ബട്ട് ആനയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ആനയെ വാങ്ങിച്ച് വീട്ടുമുറ്റത്ത് തളച്ചിടാൻ ആണ് ഉദ്ദേശമെങ്കിൽ അതിൽ ആന സ്നേഹം എവിടെ? എല്ലാ ആനകളെയും കാട്ടിലേക്ക് പറഞ്ഞു വിടണം. അതൊരിക്കലും സാധിക്കുന്ന കാര്യമല്ല. എനിക്ക് ഇങ്ങനെ ഒരുപാട് പൈസയുള്ളവർ ആനയോട് സ്നേഹമുള്ള സെലിബ്രിറ്റീസിനോട് എനിക്ക് പറയാനുള്ളത്, ലെറ്റ്സ് ഗെറ്റ് ടുഗെദർ. ഒരു ആന സംരക്ഷണം പോലെ എന്തെങ്കിലും ഒരു പ്ലേസ് നമ്മൾ കണ്ടെത്തണം. ഈ സ്റ്റേറ്റ് തന്നെ അത് ചെയ്യണം. ബിക്കോസ് ഈ സ്റ്റേറ്റിന്റെ തന്നെ ഒരു റെസ്പോൺസിബിലിറ്റി ആണത്. ബിക്കോസ് ആന നമ്മുടെ സ്റ്റേറ്റ് ആനിമലാണ്. വി ഹാവ് ടു ഹാവ് എ പ്ലേസ് വേർ ഒരു ആന സംരക്ഷണ ഒരു കേന്ദ്രം പോലെ ഒരു സ്ഥലം വേർ ഈ ക്യാപ്റ്റീവ് എലിഫൻസ്, അതായത് നമ്മളുടെ ഈ സോഷ്യൽ ഇതിൽ കഴിയുന്ന പാവം ആനകളെ എടുത്ത് അവർക്ക് ഒരു സെമി വൈൽഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത് അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം, അവരെ അതിൽ നിന്ന് മോചിപ്പിക്കണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ദിസ് ഇസ് സംതിങ് വി ഹാവ് ടു ഡു. നമ്മളുടെ ട്രഡീഷനാണ്, നമ്മുടെ കൾച്ചറാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടോർച്ചർ ചെയ്യുന്നത് ഒരു വൈൽഡ് ആനിമലിനെയാണ്. ഐ തിങ്ക് ഇറ്റ്സ് ഹൈ ടൈം വി ഡിഡ് ദാറ്റ്. വെരി ഗുഡ്. ചിത്ര അയ്യർ വളരെ ഗഹനമായി വലിയൊരു കാര്യത്തെക്കുറിച്ച് വളരെ ഗൗരവത്തോടെ സംസാരിച്ചിരിക്കുന്നു. സാധാരണ ചിത്രയുടെ സ്വഭാവത്തിൻ്റെ ട്രെയ്റ്റ് അല്ല ഇത്, ഇങ്ങനെ സംസാരിക്കാനുള്ളത്. ഇത് തന്നെയാണ് എൻ്റെ സ്വഭാവം. കുറേ പൊട്ടത്തരവും മംഗത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ഷാർപ്പായിട്ട് ചിത്രയ്ക്ക് വേണമെങ്കിൽ ഇങ്ങനെയും സംസാരിക്കാം. മനസ്സിലായോ? ബിക്കോസ് ഇത് അങ്ങനത്തെ ഒരു ഇഷ്യൂ ആണ്. കറക്റ്റ്. വേണമെങ്കിൽ ഇങ്ങനെയാകാം ചിത്രയ്ക്ക്. ചിത്ര ക്രിയേറ്റീവാണ്. ഓഫ് കോഴ്സ്. ഇത് രചിച്ച ചിത്രയാണ് ഈ ആൽബം. ലിറിക്സ് ഞാൻ ഈ സോങ്ങിന്റെ. നല്ല എഴുത്തുകാരിയാണ് ചിത്ര. നല്ല കാര്യങ്ങളാണ് അതെല്ലാം. ചിത്രയുടെ ജീവിതത്തിൻ്റെ പല പല വ്യത്യസ്ത തലങ്ങളിലൂടെയും നമ്മൾ ഈ അഭിമുഖത്തിൽ കടന്നുപോയി. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഒരുപക്ഷെ ചിത്ര കള്ളം പറയുന്നത് ഞാൻ ആരോപിച്ചപ്പോൾ പോലും ചിത്ര സത്യമാണ് പറയുന്നത് എനിക്കറിയാമായി. ഐ റിയലി വാണ്ട് ടു അപ്രിഷ്യേറ്റ് യു. താങ്ക് യു വെരി മച്ച്. ചിത്ര ആദ്യം അവകാശപ്പെട്ടതുപോലെ ചിത്ര ഒരു ജീനിയസ് തന്നെയാണ്. ഞാൻ ക്വസ്റ്റ്യൻ മാർക്കിട്ടാ സംസാരിച്ച്, അത് മനസ്സിലായില്ലല്ലോ. ഒരുപക്ഷെ ഈ ഇന്റർവ്യൂവിനോട് നീതി പുലർത്താൻ വേണ്ടി ഒരടിപൊളി പാട്ടോട് കൂടിയിട്ട് നമുക്ക് ഇത് അവസാനിക്കാം.
Bye bye.